ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. നമ്മളെങ്ങോട്ടാ പോകുന്നത്? അമ്മൂമ്മന്റെ ബർത്ത്ഡേ സർപ്രൈസിന് പോകുന്നത്. ഓക്കെ, ഇന്ന് എന്താ ഡേറ്റ്? 7th സോറി 8th മാർച്ച് 2026. ഓക്കെ, എന്താ ഇന്നത്തെ സ്പെഷ്യാലിറ്റി? അമ്മൂമ്മന്റെ ബർത്ത്ഡേ വുമൻസ് ഡേ സർപ്രൈസ് ചെയ്യുന്നത്. അമ്മമ്മേനെ എങ്ങനെയാ സർപ്രൈസ് ചെയ്യുന്ന പറു? ഒരു ഒരു വണ്ടി അതല്ല വണ്ടി ഒരാള് ഞാൻ പറയും വണ്ടി തോട്ടത്തിന്റെ അടുത്ത് വെക്കാം, ആ ബ്രിഡ്ജിലെ അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ നടക്കാൻ വീട്ടിലോട്ടെ. എന്നിട്ട് മറ്റേ രച്ചല നടക്ക്. എന്നിട്ട് അമ്മമ്മ മറ്റേ ആരെങ്കിലും പോയിട്ട് അമ്മമ്മേനെ വിളിക്കണം. നിങ്ങളെല്ലാം നടന്ന് വീട്ടിലേക്ക് എത്താം. അപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മളമ്മമ്മേനെ എങ്ങനെയാണെന്നറിയോ സർപ്രൈസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ആരെങ്കിലും അമ്മമ്മേനെ കിഡ്നാപ്പ് ചെയ്ത് അമ്മമ്മേന സർപ്രൈസ് ചെയ്യുന്നത് അത് അമ്മമ്മേന പറയൂ. എനിക്ക് 2 ദിവസമെങ്കിലും വ്ലോഗ് കിട്ടും. വേഗം അമ്മ അവിടെ പോയിട്ടുമ്പോ അമ്മമ്മ ചോദിക്കും എന്തിനു വന്നത്. അമ്മല് പറയും പെട്ടെന്ന് പറ. അമ്മ പറയും കാണാൻ വന്നത്. അപ്പൊ അമ്മ ചോദിക്കും ഇന്ന് എന്താണ് ഡേ. അമ്മ പറയും ഒരു ഡേ ഇല്ല. എന്നിട്ട് അമ്മമ്മ സാഡ് ആയിട്ടപ്പോ അമ്മക്ക് സർപ്രൈസ് ചെയ്യുന്നത് ബൂ ആക്കിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ ആക്കാം. അപ്പൊ അമ്മമ്മ സർപ്രൈസ് ആവും. പ്ലാൻ എന്ന് വെച്ചാല് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം, കറുത്തത്. എന്നിട്ട് അമ്മമ്മേന്റെ അടുത്ത് പോയിട്ട് അമ്മമ്മേന്റെ ബാക്കിൽ നിന്ന് സ്നേക്ക് ചെയ്തിട്ട് ആ കവർ നേരെ തലയിൽ വെക്കാം. എന്നിട്ട് നേരെ അങ്ങനെ കുറെ നാള് കൂടിയിട്ട് രച്ചുവിനെയും പാപ്പനെയും പാറുവിനെയും ഒക്കെ കൂടെ കിട്ടിയ സന്തോഷത്തിലാണ് കാശൂട്ടൻ. ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഇൻഫോം ചെയ്തിട്ടില്ല, അങ്ങനെ ആർക്കും അറിയില്ല നമ്മൾ പോകുന്നത്. അപ്പൊ അതിന് എങ്ങനെയൊക്കെ അമ്മമ്മേനെ സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ള പ്ലാനിങ് ആണ് ഇപ്പൊ ഈ കേട്ടത്. കാശുവിന്റെയും പാറുവിനും എല്ലാവർക്കും ഭയങ്കര ഐഡിയാസ് ആണ്. വളരെ റെയറായിട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടാറ്. അപ്പൊ അങ്ങനെയുള്ള കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മുതലാക്കാൻ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് ആണ് ഇത്. ഇതിപ്പോ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാ പ്ലാനിങ്ങും മറന്നു. പല പ്ലാനിങ്ങുകളായിരുന്നു വരുന്ന വഴിക്ക്. പക്ഷെ അച്ഛനെയും അമ്മമ്മേനെയും ബൂമറിനെയൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാം മറന്നു. ഡയറക്റ്റ് ഇറങ്ങി രണ്ടുപേരും ഓടി അമ്മമ്മേടെ അടുത്തേക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ആയി. പക്ഷെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സർപ്രൈസ് ആയി. അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് എല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുള്ളത്.